നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചനാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് പോകുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചനുണ്ട്. നമസ്കാരം ശ്രീമതി പ്രീമി. നമസ്കാരം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് കുന്നും മലകളും നിറഞ്ഞ മലയോര മേഖലയാണ്. എല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുമാണ് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. 22 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖല കൂടിയാണ്. എന്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? എല്ലാവിധ കൃഷികളും ഉണ്ട്. ഏലമുണ്ട്, കാപ്പി, കുരുമുളക്, അതുപോലെ തന്നെ പച്ചക്കറികള്, ഗ്രാമ്പൂ, ജാതി, അങ്ങനെ എല്ലാ തരം കൃഷികളും എല്ലാ കൃഷിക്കാരും നല്ല രീതിയിൽ കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവൻ വഴി നമ്മൾ ഈ 4 വർഷം കൊണ്ട് 4.5 വർഷം കൊണ്ട് ഏകദേശം 4 കോടി രൂപയുടെ പല പദ്ധതികളിലായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജൈവവളമായിട്ടും അതുപോലെ തന്നെ ഏത്തവാഴ, ടിഷ്യൂ കൾച്ചർ, പച്ചക്കറി തൈകള്, ഇങ്ങനെ എല്ലാ മേഖലകളിലും കൃഷിഭവനിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ പഞ്ചായത്തുമായിട്ട് സംയുക്തമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണോ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്? എങ്ങനെയാണ് ടൂറിസം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്? ടൂറിസത്തിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ വെച്ച് നമ്മുടെ ഇവിടെ സഖ്യദർശൻ പാർക്ക് ഇവിടെ നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ അതിൽ പോയി പങ്കെടുത്തു. അപ്പൊ നമുക്ക് 50 ലക്ഷം രൂപ ടൂറിസത്തിന്റെ വകുപ്പിൽ കിട്ടി. നമ്മൾ 50 ലക്ഷം രൂപയും കൂടെ വെച്ച് 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തു. പണികളെല്ലാം പൂർത്തീകരിച്ചു. ഇനി ചെറിയ മിനിക്കൂലികളെല്ലാം ചെയ്ത് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. പച്ചടി ആയുർവേദ ആശുപത്രിക്ക് NABH അംഗീകാരം നേടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നേട്ടത്തിലേക്ക് പഞ്ചായത്ത് എത്തിയത്? അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങള്, അപ്പൊ അവിടുന്ന് പരിശോധനയ്ക്കായിട്ട് വന്ന് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തീകരിച്ചു. അപ്പൊ അവിടുന്ന് വിദഗ്ധ സമിതി വന്ന് അന്വേഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് നമ്മൾ പൈസ വയ്ക്കുകയും മരുന്നും അതുപോലെ തന്നെ യോഗ സെന്റർ തുടങ്ങണമായിരുന്നു. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നതെന്ന് പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കെട്ടിട സൗകര്യവും അതുപോലെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ അവിടെ ചെയ്തു കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അംഗീകാരം കിട്ടിയത്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടക്കം നിരവധി പ്രത്യേകമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. വയോജനങ്ങളുടെ ഉന്നമനത്തിനും മാനസിക ഉല്ലാസത്തിനു വേണ്ടി സായം പ്രഭാ ഹോം അടക്കം പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണല്ലേ? അതെ അതെ. അവിടെ സായംപ്രഭ എന്ന് വെച്ചാൽ നമ്മൾ അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇരുന്ന ഒരു പ്രൊജക്ട് അവർ കൊണ്ടുവന്നു. അന്നേരം നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ സമിതി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കെട്ടിടം എല്ലാം പണിതു. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇപ്പം ഒരു 300ഓളം പേര് അവിടെ സ്ഥിരമായി വരാറുണ്ട്. അവർക്ക് അവിടെ മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ തീർത്ത് പാവപ്പെട്ട ആൾക്കാർക്ക് പഞ്ചായത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസം അവരെ വാഗമണ്ണിൽ നമ്മൾ ടൂർ കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പുകള്, ഹോമിയോ, അതുപോലെ തന്നെ പല അവരെന്താവശ്യപ്പെട്ടാലും നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ വർഷം മനോരമ ചാനല് ഇതുപോലെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വന്ന് കണ്ട് ഞങ്ങളെ അവിടെ എറണാകുളത്ത് വിളിച്ചിരുന്നു. അവിടെ ഞങ്ങൾക്ക് അത് പോയി പ്രസന്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായി. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പറഞ്ഞോളൂ.
വയോരക്ഷാ ക്യാമ്പ് അത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ നെടുങ്കണ്ടം പഞ്ചായത്തിൽ മാത്രമുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും നമ്മൾ മാസത്തിൽ ഓരോ മെഡിക്കൽ ക്യാമ്പുകൾ വെച്ചു. ഈ 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരെ അവർക്ക് ഏറ്റവും പാവപ്പെട്ടവരായിരിക്കും ആ ക്യാമ്പിൽ വരുന്നത്. ഡോക്ടറും ഫാർമസിസ്റ്റ്, നേഴ്സ് അവരുടെ സൗകര്യങ്ങൾ വെച്ച് നമ്മൾ ആ രോഗികളെ അവിടെ പരിശോധിച്ച് അവർക്കുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവില് നമുക്ക് കിടപ്പ് രോഗികളുടെ എല്ലാം വീടുകളിൽ എല്ലാ മാസവും പോവുകയും അവർക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആശമാര് അതുപോലെ തന്നെ MLSP അടക്കമുള്ള ഡോക്ടേഴ്സ് അങ്ങനെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നെടുങ്കണ്ടം പഞ്ചായത്തിൽ ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടു പോവുകയാണ്. തീർച്ചയായിട്ടും പ്രായമായവർക്കായിട്ടുള്ള വയോരക്ഷ എന്നൊരു പദ്ധതി ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഗ്രാമപഞ്ചായത്തിന്റെ. സംസ്ഥാനത്ത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് മാത്രമുള്ള ഒരു പദ്ധതിയാണ് ഈ വയോരക്ഷ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതിയിലൊക്കെ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേർന്നത്? അത് വയോജനങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് വെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളത് നെറ്റ് വഴിയൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു പഞ്ചായത്തില് ഒരു ജില്ലയിൽ ഒരു സായമൃഭ എന്നങ്ങനെ ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം നമുക്ക് 2 എണ്ണം കിട്ടി. ഒന്ന് ചക്കുവള്ളം പഞ്ചായത്തിലും ഒന്ന് നമ്മുടെ നെടുങ്കണ്ടം പഞ്ചായത്തിലും. അപ്പം അന്ന് നമ്മളത് പ്രവർത്തനം തുടങ്ങി. ഇപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു കെയർ ടേക്കർ ഉണ്ട് നമുക്ക് അവിടെ സ്വന്തമായിട്ട്. അവര് രാവിലെ വരികയും ഒരു 9:30 ഒക്കെ ആകുമ്പോൾ വരും. 5 മണി വരെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഷുഗറും പ്രഷറും ഒക്കെ നോക്കുകയും അതുപോലെ തന്നെ വയോജനങ്ങൾ കിടപ്പ് രോഗികളെയൊക്കെ ആണെങ്കിലും കെയർ ടേക്കർ പോയി നോക്കാറുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്നും ഉള്ളത്. പഞ്ചായത്തിന് നല്ല സഹകരണമാണ്. നമ്മുടെ സായംപ്രഭയില് നമ്മള് അതുപോലെ തന്നെ ഓരോ സമയങ്ങളിലും എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്ന് അതിന്റെ എല്ലാം ഭാഗമായിട്ട് നമ്മൾ അവിടെ ഓരോരോ പരിപാടികൾ വെക്കാറുണ്ട്. വയോജനങ്ങളെ അതിലെല്ലാം പങ്കെടുപ്പിക്കാറുണ്ട്. അവർക്ക് അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അത് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്കും നല്ല സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് മാലിന്യമുക്ത പഞ്ചായത്താണ്. മാലിന്യ പ്ലാന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് മാലിന്യ സംസ്കരണമൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്? നമ്മൾക്ക് 22 വാർഡുണ്ട്. അപ്പൊ 22 വാർഡില് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമ്മള് ഒരു പിക്കപ്പ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം സ്വന്തമായിട്ട് വാങ്ങി. അതിനു മുന്നേ എല്ലാ മാസവും കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലെയും മാലിന്യങ്ങൾ അവിടെ കൊണ്ടുപോയി അത് ഹരിതകർമ്മസേനക്കാര് തരംതിരിച്ച് അത് കയറ്റി വിടുന്നുണ്ട് കുറെ. പിന്നെ നമുക്ക് സംസ്കരിക്കാൻ വളമാക്കി മാറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ 2 മാസം മുന്നേ കൺവെയർ ബെൽറ്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കത് ജോലി ചെയ്യാൻ കുറെ കൂടി എളുപ്പമായി. നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികൾ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 49 പേരോളം ഉണ്ട് ശുചീകരണ തൊഴിലാളികളും ടൗൺ ക്ലീനിങ്ങും എല്ലാമായിട്ട്. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ, അഭിമാനകരമായിട്ടുള്ള കൂട്ടായ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്തെ മികച്ച കുടിവെള്ള പദ്ധതിക്കുള്ള പുരസ്കാരമടക്കം ലഭിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് ഇത്തരം ഒരു അംഗീകാരത്തിലേക്ക്, നേട്ടത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേർന്നത്? കുടിവെള്ള പദ്ധതി 17ാം വാർഡിലാണ്. മേവിട കുടിവെള്ള പദ്ധതി എന്നൊരു പദ്ധതിയായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ അവാർഡിനായിട്ട് പരിഗണിക്കുന്നതിന് കുറെ മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് അവർ ആ പ്രവൃത്തികളെല്ലാം ചെയ്തു. വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതുകൊണ്ട് ആ അവാർഡ് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി വാർഡുകളിൽ കുഴൽക്കിണർ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇനി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ജലജീവൻ മിഷന്റെ ഇതില് 157 കോടി രൂപ നമുക്ക് അതിന്റെ പദ്ധതികള് നമ്മള് രൂപീകരിച്ച് പൈപ്പുകളെല്ലാം ഇട്ട് ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. എന്തായാലും ഈ വർഷം തീരത്തില്ലായിരിക്കും. എന്നാലും 26 ആദ്യത്തോടു കൂടി തന്നെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തീരുന്ന രീതിയിൽ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങൾ എത്രത്തോളമാണ് നവീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്? ഏകദേശം 80% ഗ്രാമീണ റോഡുകളടക്കം പൂർത്തീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. റോഡുകള് MLA മണിയാശാൻ നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും തന്നെ നല്ല രീതിയിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ഗ്രാമീണ റോഡുകൾ ഏറെക്കുറെ എല്ലാ റോഡുകളും തന്നെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ജില്ലയിൽ നിന്നും ഒക്കെ കിട്ടിയ സഹായം, അതുപോലെ തന്നെ MP യുടെ ഭാഗത്തു നിന്നും എല്ലാ സ്കീമുകളിൽ നിന്നും നമുക്ക് കിട്ടിയ റോഡുകൾ, അതുപോലെ തന്നെ തൊഴിലുറപ്പിൽപ്പെടുത്തി നമ്മൾ ധാരാളം റോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 5 വർഷക്കാലം കൊണ്ട്
നമുക്ക് ഇനിയും പൂർത്തീകരിക്കാൻ കുറച്ച് റോഡുകളൊക്കെ ഉള്ളൂ. ബാക്കി ഏറെക്കുറെ എല്ലാ റോഡുകളും തന്നെ നല്ല പൂർത്തീകരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെക്കുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്. എങ്ങനെയാണ് പാലിയേറ്റീവ് പ്രവർത്തനം ഏകോപിപ്പിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്? പാലിയേറ്റീവില് നമ്മള് ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. നമ്മള് 2005 പാലിയേറ്റീവ് തുടങ്ങിയ കാലം മുതൽ നമ്മുടെ നെടുങ്കണ്ടം പഞ്ചായത്തായിരുന്നു ആദ്യമേ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അപ്പൊ എല്ലാ വാർഡുകളിലും ഉള്ള 60 വയസ്സിലെ കിടപ്പ് രോഗികളെ നമ്മളത് രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ നമ്മൾ പോയി എല്ലാ മാസവും പോയി കൃത്യമായി അവിടെ അവരുടെ പരിശോധനകൾ നടത്തി അവർക്കുള്ള മരുന്നുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ വീൽ ചെയർ അങ്ങനെയുള്ള സാധന സാമഗ്രികളെല്ലാം നമ്മൾ പഞ്ചായത്തിൽ നിന്നും PHC നിന്നും എല്ലാം സംയുക്തമായിട്ട് ഫണ്ട് വെച്ച് അനുവദിച്ച് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നേഴ്സ് ഒരു 2 മാസം മുന്നേ മരിച്ചുപോയി. ഇപ്പൊ പുതിയ ആളെ എടുക്കാനുള്ള ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട്. അതിന് പകരമാണെങ്കിലും ഇപ്പൊ താലൂക്കിൽ നിന്നുള്ള പിന്നെ നേഴ്സും MLSPമാരും ആശാപ്രവർത്തകരും അത് മുടക്കം കൂടാതെ വാർഡുകളിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അത് കിടപ്പ് രോഗികൾക്കൊക്കെ ഒത്തിരി ഒരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു കാർഷിക മേഖലയാണെന്നുള്ളത്. കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്ന പരിഹാരം കാണുന്നത്? വന്യജീവികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ളത് പിന്നെ പന്നിയുടെ ശല്യമുണ്ട്. പിന്നെ ഒരു വാർഡിന്റെ ഒരു ഭാഗത്ത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 10-30 ലക്ഷം രൂപയോളം വകയിരുത്തി ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം 2 വാർഡില്. അപ്പം അത് കഴിഞ്ഞ പിന്നെ ആനയുടെ ശല്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പന്നികളുടെയൊക്കെ ശല്യമുണ്ട്. അതിന് നമ്മളിവിടെ ഫോറസ്റ്റുകാരുടെയൊക്കെ അനുമതിയോടുകൂടി വെടിവെക്കുന്നതിനുള്ള അനുവാദമൊക്കെ കഴിഞ്ഞ കമ്മിറ്റിയിൽ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസ മേഖലയും എടുത്തു പറയേണ്ടതാണ്. അംഗനവാടികളും സ്കൂളുകൾക്ക് 6 സ്കൂളുകൾക്കും ടോയ്ലറ്റ് പണികളടക്കം പൂർത്തീകരിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? നമുക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകള് ഗവൺമെന്റ് സ്കൂളുകൾക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും നമുക്ക് പഞ്ചായത്തിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെ പഞ്ചായത്തിൻ്റെതായ സ്കൂളുണ്ട്. അവിടെ ഈയിടെ തന്നെ ഒരു 25 ലക്ഷം രൂപയ്ക്ക് SC കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ അല്ല മേശ കസേര അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ വിതരണം ചെയ്യുകയുണ്ടായി. വേറൊരു പഞ്ചായത്തിലും അങ്ങനെയുള്ള ഒരു പദ്ധതി ഈ വർഷം എടുത്തിട്ടില്ലായിരുന്നു. നമ്മളത് വളരെ നല്ല രീതിയിൽ അത് പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പഞ്ചായത്ത് സ്കൂളിലോട്ട് വന്ന് ചേരുന്നതിന് നല്ല ഉത്സാഹമാണ്. അതുപോലെ തന്നെ നമ്മൾ മാവടി സ്കൂള് അതും ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ കെട്ടിടത്തിന്റെ പോരായ്മ ഉണ്ടായിരുന്നു. അതിന്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചു. ഇനി കതകൊക്കെ പിടിപ്പിച്ചാൽ മതി. ബാക്കി പണികളെല്ലാം പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ അംഗൻവാടികളില് 3-4 അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമില്ലായിരുന്നു. അതെല്ലാം നമ്മൾ പണിത് കൊടുത്തു. ചുറ്റുമതില് കുടിവെള്ള സൗകര്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അംഗൻവാടി കുട്ടികൾക്കുള്ള പോഷകാഹാരങ്ങളും ഗർഭിണികൾക്കുള്ള പോഷകാഹാരങ്ങൾ അതെല്ലാം നമ്മൾ പഞ്ചായത്തിൽ നിന്നും സമയബന്ധിതമായിട്ട് തന്നെ പൈസ വയ്ക്കുകയും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എന്റെ പഞ്ചായത്തിലൂടെ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ശ്രീമതി പ്രീമി, ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചത്? നമുക്ക് കഴിഞ്ഞ വർഷം നമ്മള് ലൈഫിന്റെ ഫണ്ട് എടുത്ത് ആദ്യകാലത്തൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. എങ്കിലും നമുക്കിപ്പോ ലൈഫ് മിഷനിലെ പദ്ധതികൾ തുടങ്ങിയിട്ടില്ല. SC വിഭാഗത്തിലുള്ള വീടുകൾ ഒരു 12 പേർക്ക് പണികൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ PMAYയിലെ ഒരു ഘട്ടം 176 പേർക്ക് നമ്മൾ 1-ാം ഘട്ടം പൈസ കൊടുത്തു. 2ാമത്തെ ഘട്ടത്തിനുള്ള ഒരു ഏകദേശം 2 കോടി രൂപയോളം നമ്മൾ ഈ പ്രാവശ്യത്തെ വകയിരുത്തിയിട്ടുണ്ട്. PMAYയിലാണ്. അതിപ്പോ ലൈഫിന്റെ ലിസ്റ്റിലുള്ള ആൾക്കാരെയും കൂടെ നമുക്ക് ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു അടുത്ത വർഷം കൂടെ കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവർക്കും തന്നെ ഭവനമില്ലാത്ത എല്ലാവർക്കും ഭവനം പണിത് കൊടുക്കുന്നതിനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക്, ജില്ല എല്ലാ സംയുക്തമായുള്ള പദ്ധതികൾ
നമ്മൾ സമയബന്ധിതമായിട്ട് തന്നെ വകയിരുത്തിയിട്ടുണ്ട് പൈസകൾ. തീർച്ചയായിട്ടും മഴക്കാലമാണ്. പഞ്ചായത്തിൽ വെള്ളം കയറുന്ന മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മഴക്കാലപൂർവ്വ ശുചീകരണം നമ്മൾ മഴയ്ക്ക് മുമ്പേ തന്നെ ഓടകള്, അതുപോലെ തന്നെ പൊതുക്കുളങ്ങള്, കിണറുകൾ അങ്ങനെയുള്ളതെല്ലാം ശുചീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും ആശാപ്രവർത്തകരുടെയും ഹരിതകർമ്മസേനക്കാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും സംഘടനാ സംവിധാനത്തിലൂടെ നമ്മൾ എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ കാലേക്കൂട്ടി മഴയ്ക്ക് മുമ്പേ ചെയ്യുകയുണ്ടായി. പിന്നെ മഴ കഴിഞ്ഞതിന് ശേഷവും ഈ ഓടകളിൽ വന്നടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തൊഴിലുറപ്പിപ്പെടുത്തിയാണേലും ധാരാളം പ്രവൃത്തികൾ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് CCTV ക്യാമറകൾ പല സ്ഥലങ്ങളിൽ വെക്കുകയും അതുപോലെ തന്നെ ഹെൽത്തിൽ നിന്നുള്ള ജീവനക്കാര് ഇങ്ങനെയുള്ള ഇടയ്ക്കെല്ലാം അവർ പരിശോധന നടത്തി അവർക്ക് തെറ്റ് കണ്ടത് ഫൈൻ അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നെടുങ്കണ്ടത്തിന് കഴിഞ്ഞ മാലിന്യമുക്തത്തിന് നമുക്ക് അവാർഡ് വരെ ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്? സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നമ്മൾ കുടുംബശ്രീയില് ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 2 പേര് ഡൽഹിയിലൊക്കെ പോയി അവാർഡ് വാങ്ങിച്ച 2 വ്യക്തിത്വങ്ങളുണ്ട്. അവരിപ്പോൾ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ അതുകൂടാതെ ക്ഷീരമേഖല, അതുപോലെ തന്നെ സ്വയം തൊഴിലിനായിട്ട് നമ്മള് കുടുംബശ്രീ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്. എന്ത് സഹായ സഹകരണങ്ങളും ബാങ്ക് ലോണുകളും അടക്കമുള്ള എല്ലാം സബ്സിഡിയോട് കൂടി, അതുപോലെ തന്നെ JLG ഒരു 4-5 പേര് ഗ്രൂപ്പ് കൂടി JLGകൾ രൂപീകരിച്ച് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുകയും കൃഷി ചെയ്ത് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം തൊഴിലായിട്ട് തയ്യൽ യൂണിറ്റ്, മുട്ടക്കോഴി, അങ്ങനെ പല പല യൂണിറ്റുകൾ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് കുടുംബശ്രീയുടെ ഒത്തിരി നല്ല സഹായകമുണ്ട്. പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നൊക്കെ ആണേലും അങ്ങനെയുള്ള സഹായങ്ങൾക്ക് പദ്ധതികളൊക്കെ വെച്ച് ഫണ്ടൊക്കെ വകയിരുത്താറുണ്ട്. സമയബന്ധിതമായിട്ട് ആ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടന്നു പോകുന്നു. തീർച്ചയായിട്ടും ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്? ലഹരി വിമുക്ത പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ മെയ് മാസത്തില് നമ്മളിവിടെ ഒരു വലിയൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും നല്ലൊരു റാലി നടത്തി നമ്മുടെ കായിക മന്ത്രി ഇവിടെ നമ്മുടെ നെടുങ്കണ്ടത്ത് വരികയും അതിന് ഒരു റാലിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ പുതിയ കളിക്കളങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നെടുങ്കണ്ടത്തും അതുപോലെ തന്നെ എഴുകുമ്പയിലും ചെറിയ കളിക്കളങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് ഈ ലഹരിയിൽ നിന്നുള്ള മോചനം മാറി അവര് ഫോണിലും അങ്ങനെയൊക്കെയുള്ള അഡിക്ഷനായി പോകാതെ ഈ കളിക്കളത്തിലോട്ട് അവർക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി മന്ത്രി തന്നെ നേരിട്ട് വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് പിള്ളേർക്ക് സ്പോർട്സ് കിറ്റുകളൊക്കെ കൊടുത്തു. അത് ഇപ്പോഴും കളികളിലൊക്കെ പിള്ളേർ ഏർപ്പെട്ട് കാണുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേഡിയത്തിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് സൗജന്യമായിട്ടൊക്കെ നമ്മൾ ചെറിയ തോതിലൊക്കെ പിള്ളേർക്ക് രാവിലെ നടക്കുന്ന ഒരു പിള്ളേരുണ്ട്. ഇവിടെ അല്ലാതെ തന്നെ ജൂഡോയുടെ പരിപാടിയുണ്ട്. സ്റ്റേഡിയത്തിൽ മറ്റേ ഇനി ഇൻഡോർ സ്റ്റേഡിയം പച്ചടിയിലുണ്ട്. അതിന്റെ പണികൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു വരുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ സ്റ്റേഡിയം നമ്മുടെ ഹൃദയഭാഗത്ത് നെടുങ്കണ്ടത്തിന്റെ അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോ ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ റിക്രൂട്ട്മെന്റ് ആർമിയുടെ റാലി ഇവിടെ നടത്തുന്നുണ്ട്. ഒരു 10 ദിവസത്തേക്ക് ക്യാമ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ 1000 പേരൊക്കെ ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ അപ്പൊ അവർക്കുള്ള ഭക്ഷണത്തിനുള്ള നമ്മള് ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്യണം. പൈസ ഇവർ കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്നാൽ അത് വെച്ച് കൊടുക്കാനുള്ളത് കുടുംബശ്രീക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കുടുംബശ്രീയുടെ 2-3 കേറ്ററിംഗ് യൂണിറ്റുകളുണ്ട് നമുക്ക്. അതിനെ അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. തീർച്ചയായിട്ടും വിവിധ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയിപ്പം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ വർദ്ധിപ്പിക്കുന്ന വെച്ചാൽ നമ്മുടെ നെടുങ്കണ്ടത്ത് തന്നെ നമ്മൾ മാർക്കറ്റ് എല്ലാ കൂട്ടങ്ങളും ഒന്നിച്ച്
ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഭരണസമിതി വന്ന കാലത്ത്. അപ്പൊ ഞങ്ങളത് ശ്രമിച്ചു. ബാങ്ക് ലോൺ അല്ല അങ്ങനെ KUDRFCന്ന് ലോൺ എടുത്തു. 5 കോടി രൂപയും നമ്മുടെ തനത് ഫണ്ടും എല്ലാം വെച്ച് അതിന്റെ ഇപ്പൊ 3 നിലയായിട്ട് ആ കെട്ടിടങ്ങൾ പണിത് അതിന്റെ പണികൾ ഏകദേശം പൂർത്തിയായി ഓഗസ്റ്റോടു കൂടി ഉദ്ഘാടനം ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അന്നേരം പച്ചക്കറികളും മീറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അപ്പൊ അതൊന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ ഒക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ ഇപ്പൊ നമുക്കൊരു ടൗൺ ഹാള് നിർമ്മിക്കുന്നതിനുള്ള ഒരു സൗകര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് MP-യുടെ ഭാഗത്തുനിന്ന് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ നമ്മുടെ സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ലെങ്കിലും തുടങ്ങി വെക്കാനുള്ള ഒരു ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കാട്ടുപന്നിയുടെ ആക്രമണം ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പഞ്ചായത്തിൽ നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അടക്കം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഒരു സംവിധാനം വല്ലതും വന്നെങ്കിൽ നമ്മൾ അന്നേരം തന്നെ അത് ഫോറസ്റ്റ് മുഖാന്തരം ഫോറസ്റ്റുകാരെ അറിയിക്കുകയും അവരുടെ അടിയന്തരമായ സഹായങ്ങൾ എപ്പോഴും നമുക്ക് പഞ്ചായത്തിലുണ്ട്. കല്ലാറ് തന്നെയാണ് അവരുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. ഏതാവശ്യത്തിന് പഞ്ചായത്തിലോട്ട് വിളിച്ചാൽ അവർ അന്നേരം തന്നെ വരികയും അതിന്റെ വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ഒരു ഭാഗത്ത് പന്നി ആക്രമണം ഉണ്ടായി. ഒരാളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനൊക്കെ പിന്നീട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നിലവിൽ ഇതുവരെ നമ്മുടെ പഞ്ചായത്തിൽ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും വിവിധ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇടുക്കി ജില്ലയിലെ സിന്തറ്റിക് സ്റ്റേഡിയം അടക്കം പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ എല്ലാ ദിവസവും തന്നെ അവിടെ ഓരോ വിഭാഗത്തിലുള്ളവരുടെയും മത്സരങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. നമ്മളത് ചെറിയ പൈസ വെച്ച് ഫീസ് വാങ്ങാറുണ്ട്. പഞ്ചായത്ത് സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. പുറത്തുനിന്നുള്ളവർക്ക് ചെറിയൊരു ഫീസ് നമ്മൾ ഈടാക്കാറുണ്ട്. എന്തായാലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൽ തന്നെ നമ്മുടെ സ്റ്റേഡിയം നല്ല രീതിയിൽ അതിന്റെ പണികളെല്ലാം മുമ്പോട്ട് പോയതും ഒരുപാട് ആൾക്കാർ രാവിലെ നടക്കാനൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി പ്രീമി ലാലിച്ചൻ. ഓക്കെ, നന്ദി. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.